ദുരന്തർ 2 ദ റിവെഞ്ച് കണ്ടത് കൊച്ചി ഐമാക്സിൽ നിന്നാണ്. ഐമാക്സ് വേർഷൻ ആയിരുന്നില്ല, സ്റ്റിൽ കിട്ടിലൻ ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. വേർഷൻ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ദുരന്തർ 2 ഡയറക്റ്റഡ് ബൈ ആദിത്യ ധർ. കാട്ടുതീ, ലിറ്ററലി കാട്ടുതീ, അന്യായ സാധനം, ഒരു രക്ഷയില്ല. സെക്കൻഡ് പാർട്ടൊക്കെ ഇങ്ങനെ എടുക്കുക എന്നത് റയറസ്റ്റ് ഓഫ് ദ റയർ ആണ്. ആദിത്യ ധർ വാട്ട് എ ഡയറക്ഷൻ മാൻ, ഒരു രക്ഷയില്ല. 4 മണിക്കൂറിനടുത്തുണ്ട്, പക്ഷെ ഒരു തരി പോലും നമ്മുടെ ശ്രദ്ധ മാറാതെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത വിധത്തിൽ അത്രയധികം കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ്. കമ്മിങ് ടു പെർഫോമൻസ്, രൺവീർ സിംഗ്, ഹംസ അലി മസാരി, ജസ്കിരത് സിംഗ്, വാട്ട് എ പെർഫോമൻസ് മാൻ, വാട്ട് എ പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ആക്ടിങ് ഒരു തരി പോലും എവിടെയും കുറയുന്നില്ല. നമുക്കിതിൽ രൺവീറിനെ കാണാൻ പറ്റില്ല, ഓൺലി ഹംസ ആൻഡ് ജസ്കിരത്. പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കും മികച്ചത്. ഇമോഷണലും ഫൈറ്റ് സീക്വൻസും ഒക്കെ ഒന്നിനൊന്ന് മെച്ചം. സ്വന്തം ബെഞ്ച് മാർക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അർജുൻ രാംപാൽ, മേജർ ഇക്ബാൽ. ദുരന്തർ 1 അത്ര സ്ക്രീൻ സ്പേസ് ഇല്ലായിരുന്നു, പക്ഷേ ഇതിൽ പൂണ്ട് വിളയാടാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ചെറിയ മാനറിസങ്ങളൊക്കെ അന്യായ ലെവലാണ്. സ്വർണ്ണ പല്ലും കാണിച്ചൊരു ചിരിയൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. മാധവൻ പെർഫെക്റ്റ് കാസ്റ്റാണ്. ഇൻട്രോ അടക്കം ഒരുപാട് ഗൂസ്ബംസ് മൊമെൻറ്റ്സ് മാധവനുണ്ട്. വന്ന സീനൊക്കെ തൂക്കിയിട്ടുണ്ട്. അളന്ന് മുറിച്ച അഭിനയമാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ പാളി ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സാറ അർജുൻ, ഇമോഷണൽ സീൻസൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ റോങ് കാസ്റ്റിംഗ് എന്നൊക്കെ പലരും പറഞ്ഞാണ്, പക്ഷേ അവർക്കൊക്കെ ശക്തമായൊരു തിരിച്ചടിയാണ് ഇതിലെ പെർഫോമൻസിലൂടെ നടത്തിയത്. സഞ്ജയ് ദത്ത്, ഈ മനുഷ്യനെ പറ്റി എന്താ പറയുക, ഈ മനുഷ്യൻ ഇതൊക്കെ ജസ്റ്റ് ഒരു കേക്ക് വാക്കാണ്. പുഷ്പം പോലെ സ്വാഗൊക്കെ വേറെ ലെവലാണ് ഈ പടത്തിൽ. രാകേഷ് ബേഡി, ഇദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അന്യായ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാകും. എക്സലൻറ്റ് സിനിമാറ്റോഗ്രഫി, ഫൈറ്റ് സീക്വൻസ് ഒക്കെ വേറെ ലെവൽ. സ്റ്റാർട്ടിങ്ങിലൊരു ഫൈറ്റ് ഉണ്ട്, അന്യായം. ഒരു കാർ ബ്ലാസ്റ്റ് ഉണ്ട്, എന്താണ് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ സ്പോയിലർ ആയിപ്പോവും. ഇത്ര മികച്ചൊരു കാർ ബ്ലാസ്റ്റ് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. VFX ആണോന്ന് അറിയില്ല, ചിലപ്പോൾ ആയിരിക്കും. ഒറിജിനലി നടന്നതുപോലെ തോന്നി. അത്രയ്ക്കും മികച്ചത്. എക്സലൻറ്റ് സ്കോറിംഗ് ബൈ ശശ്വത് സച്ദേവ്. വാട്ട് എ സ്കോറിങ്, എന്ത് രസമാണ്. വിഷ്വൽസിൻ്റെ കൂടെ ഈ സ്കോറിങ് കൂടി ആകുമ്പോൾ കണ്ണിന് സ്ക്രീനിൽ നിന്ന് മാറ്റാൻ പറ്റില്ല, അത്രയ്ക്ക് മികച്ചതാണ്. റാപ്പ് സോങ്സ് ഒക്കെ ഉണ്ട് ഒരുപാട്. അതൊക്കെ എന്താ പറയുക, നന്നായിട്ട് തന്നെ നമ്മുടെ സീൻ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ്, ഒരു രക്ഷയില്ല. പിന്നെ എഡിറ്റിംഗ് വളരെ മികച്ചതായിട്ട് തന്നെ തോന്നി. 4 മണിക്കൂർ പോയതറിഞ്ഞില്ല. പീക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഒരുപാട് ഗൂസ്ബംസ് മൊമെൻറ്റ്സ് ഫിലിമിലുണ്ട്. 4 മണിക്കൂറൊക്കെ ഉള്ളൊരു പടം എടുത്ത് അത് ഓഡിയൻസുമായി കണക്റ്റ് ആവുക എന്ന് പറയുന്നതൊക്കെ ചില്ലറ കാര്യമല്ല. ഗംഭീര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ദുരന്തർ 1 വളരെ വലിയ സ്കെയിൽ തന്നെയാണ് ദുരന്തർ 2 ഒരുങ്ങിയിരിക്കുന്നത്. പെർഫോമൻസ്, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, BGM എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അവസാനം ഒരു ഗംഭീര ട്വിസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട്. 18+ ആണ് ഫിലിം. പക്ഷേ ഈ ഫിലിംസിലെ വയലൻസ് ഒന്നും കുത്തി നിറച്ചായിട്ട് തോന്നിയിട്ടില്ല. ആ വയലൻസ് ഒക്കെ ആ സീനിൻ്റെ ഡെപ്ത് കൂട്ടുന്നതായിട്ടേ തോന്നിയിട്ടുള്ളൂ. ആദിത്യ ധർ, രൺവീർ സിംഗ്, ഒരുപാട് നന്ദി ഇത്രയും മികച്ച ഒരു സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്. പിന്നെ ദുരന്തർ 1 ഷോർട്സിന് തന്ന ഗംഭീര റെസ്പോൺസിന് ഒരുപാട് നന്ദി. അപ്പം ശരി.